സർവീശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടും ശിശുവിനെ നന്ദിച്ചുകൊണ്ടും വേദിയിരിക്കുന്ന ദാമോരേട്ടൻ, തങ്കമ്മ, ഡോക്ടർ മുരളി സാർ, പ്രേമേട്ടൻ, മറ്റാർക്കും ബന്ധുക്കൾ, നമ്മളെപ്പോഴും ഒരു സത്സംഗത്തിലും അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൂടുമ്പോഴെല്ലാം ഇതുപോലെ ഉത്തമമായ ആൾക്കാരെ എല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കുക. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു തന്നെ പറയാറുണ്ട്, എടാ ഇത് ഈ പരമ്പരയുടെ ആദ്യകാലത്ത് പ്രവർത്തിച്ചിരിക്കുന്ന പലവരെയും നമുക്ക് ഓർക്കണം. കാരണം അന്ന് ഇന്ന് കാണുന്ന വലിപ്പമൊന്നും ആശ്രമത്തിലുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലത്തുള്ള അനുഭവങ്ങൾ കൊണ്ടാണ് അവരെ ഗുരുവിനെ വിശ്വാസത്തിൽ കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് ദാമോരേട്ടനൊക്കെ എന്ന് പറയുമ്പോൾ അന്ന് കണ്ണൂരിൽ വിരലിലെണ്ണാവുന്ന കുടുംബങ്ങളെ, കുഞ്ഞിക്കണ്ണൻ സാറ്, നമ്മുടെ പരിപൂർണ സാറിന്റെ കുടുംബം, നാണു മാഷ്, ദാമോരേട്ടൻ, ഇങ്ങനെ പറയുന്ന വിരലുകൊണ്ട് എണ്ണാൻ പറ്റുന്ന രീതിയിലുള്ള കുടുംബങ്ങളുള്ള കാലത്ത് ഗുരുവിനെ മുറുക്ക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബങ്ങളാണ്. ഞാനിവിടെ ഇപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഏകദേശം 298 കുടുംബത്തിലേക്ക് ഞാൻ വിസിറ്റ് ചെയ്തു. അത് ഞാൻ പ്രജീഷിനോടും നമ്മുടെ ഡോക്ടർ മുരളി സാറോട് ഞാൻ പറഞ്ഞു, ഒരു 150 കുടുംബം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം അവരുടെ മക്കൾക്ക് ഇത് മനസ്സിലാവണം. പലതും ചിലവരെല്ലാം അഡ്ജസ്റ്റ്മെന്റിലാണ് പോകും. പാവങ്ങൾ ഒന്നില്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവന്റെ വാസന കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ മക്കൾ മുമ്പ് ഇവിടെ ഒരാൾ ചോദ്യം ചോദിച്ചതിൻ്റെ പ്രശ്നം കാരണം, തുടല് പോലെ വരുന്ന പ്രശ്നങ്ങൾ കാരണം ചിലവരൊക്കെ ചവിട്ടിപ്പിടുത്തൊക്കെ ആശ്രമത്തിൽ നിന്ന് മാറും. കുട്ടികൾക്കത് പ്രത്യേകിച്ച് ഗുരുമഹിമയോ ശാന്തിമഹിമയൊക്കെ ആയാലും ഈ ആശയത്തിന്റെ വലിപ്പത്തിലെടുക്കാൻ അവർക്ക് സാധിക്കില്ല. അവിടെ വിജയിച്ച കുറച്ച് കുടുംബത്തിൽ എടുക്കുകയാണെങ്കിൽ 1, 2, 3 പേര് നമ്മുടെ രാമകൃഷ്ണൻ നടതാവ് ഇരിക്കുന്ന ആരും അറിയാത്ത പോലെ ഇതൊക്കെ അതിൽ വിജയിച്ചവര് മക്കളെ ആ ധർമ്മത്തിൽ പിടിച്ചുകൊണ്ടുപോയി ആ ധർമ്മത്തിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു കർമ്മത്തിൽ നമ്മുടെ ദാമോരേട്ടൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഉത്തമ മാതൃകയാണ്. അവിടെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറില്ലായിരുന്നു. ആ ധൈര്യത്തിലാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഏത് കാര്യം തുറന്നു പറയാനുള്ള ധൈര്യം. ആ ഗുരുവിനോടുള്ള സ്നേഹം അങ്ങനെയാണെങ്കിൽ അതിലൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം തയ്യാറില്ല. അതെവിടെ ഇവിടെ നിന്നല്ല, ഞാൻ പണ്ട് മുതലൊക്കെ കാണുന്ന കാലത്തും മുതൽ അത് അദ്ദേഹം പറഞ്ഞാണ് ശരി. ആരാണോ മുഖത്ത് നോക്കി സത്യം പറയുന്നത് അവനാണ് യഥാർത്ഥ വിശ്വാസി എന്നാണ് ഗുരു പണ്ടും പറയാറ്. അല്ലാതെ ഞങ്ങളെ പോലത്തെ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് എണീക്കുള്ള ഇവന് വേറെ പണിന്നല്ലോ വരച്ചവൻ നമ്മളെ എണീക്കുന്നവർ. അവരോട് ഞാൻ പറയാറുണ്ട് ഇപ്പോൾ. ഞാനിങ്ങനെ തിരുവനന്തപുരത്തൊക്കെ പല സമയത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ പല ഡിപ്പാർട്ട്മെന്റിന് മുമ്പ് ഇങ്ങനെയൊക്കെ എണീക്കാൻ വിഷമമുള്ളവരടുത്തൊക്കെ ഞാൻ പറയും, ഒന്ന് മാനിച്ചാൽ മതി. അത് എന്നെയല്ല, പ്രസ്ഥാനത്തിന്റെ പ്രോട്ടോക്കോളിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്ത് പഠിച്ചാൽ മതി. പക്ഷെ ഡാമറിനെ പോലത്തെ ആൾക്കാരെ അവരാ സത്യസന്ധത എപ്പോഴും സൂക്ഷിക്കും. അങ്ങനെ കുറച്ച് പേരിലെ കുറെ ഉള്ള ആൾക്കാരിൽ ഒരാളാണ് ഡാമറേട്ടനെ പോലത്തെ ആൾക്കാർ. അങ്ങനെ കുറച്ച് 2-3 പേരൊക്കെ എനിക്ക് പേരെടുത്ത് പറയാം പല സ്ഥലത്തും. പക്ഷെ അവർക്ക് ചിലവർക്കൊന്നും ആ ജീവിതത്തിൽ മക്കളെ ആ ധർമ്മത്തിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയെല്ലാം ചിലവരൊക്കെ അവരുടെ ആ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് മക്കളെ ആ ധർമ്മത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കാനോ ആ മഹിമയിൽ മക്കളെ കൊണ്ടെത്തിക്കാനോ സാധിച്ചിട്ടില്ല. ഞാനത് കോഴിക്കോടും പലപ്പോഴും സംസാരിക്കും. ഞാൻ ആ കാര്യങ്ങൾ പലവരോടും പറയാറുണ്ട്. അതൊരു ഭാഗ്യമാണെന്ന് ഗുരു പറയാറുണ്ട്. എടാ അത് ഒരു മുൻജന്മ ഭാഗ്യമാണ്. ഗുരുവുമായിട്ടൊരു ജന്മാന്തര ഭാഗ്യമുള്ളവർ ആ കർമ്മത്തെ പൂർത്തീകരിച്ചെടുക്കുന്ന കർമ്മം വരുമ്പോൾ അതിൽ ഉറയ്ക്കണം. അത് സാധിക്കുന്നതാണ് ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ഏറ്റവും വലിയൊരു മഹിമ. അങ്ങനെ ചെയ്യുന്ന
കുറച്ച് കുടുംബം നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഞാൻ ചില കല്യാണങ്ങളൊക്കെ പുറത്തുപോയി നടത്താൻ പോകുമ്പോൾ, ഇവിടെയും ഞാൻ നടത്തി, ദാമോദരൻ എന്നെ അന്ന് കുറച്ച് ചീത്ത പോലെ അവിടെ പോയി സ്വാമി എന്തിനാ നിൽക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ ഞാൻ ഒന്നിച്ചാ ഞങ്ങൾ ആഹാരം കഴിച്ചത് ആ കല്യാണം. അതേപോലെ ഒരു കല്യാണം ഞാൻ കോഴിക്കോട് നടത്തേണ്ടി വന്നു. ഞാൻ അവരോടൊക്കെ പറഞ്ഞത്, പക്ഷെ ആ കല്യാണത്തിൽ നിന്ന് എന്താ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കല്യാണം ഗുരുവാണ് നടത്തുന്നത്. ആ അച്ഛനും അമ്മയുടെയും കല്യാണം ഗുരുവാണ് നടത്തിയത്. അവർക്ക് ജനിച്ച കുട്ടി ഡോക്ടറാണ്. അവരുടെ കല്യാണം പക്ഷേ വേറെ രീതിയായി. അപ്പൊ അത് നടത്താൻ എന്നോട് ഗുരു പറഞ്ഞു. ഞാൻ പോയിരുന്നു. ഞാൻ അവരോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, ടക്ക് ഓഫ് ഫോർ ഉണ്ടാക്കരുത്. നമ്മൾ ഇങ്ങോട്ടും വലിക്കും, അവരങ്ങോട്ടും വലിക്കും. നമ്മൾ ഇങ്ങോട്ട് വലിക്കും, അവരൊന്നും ചെയ്യരുത്. അത് പറഞ്ഞ് ഏകദേശമൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. കാരണം എനിക്കൊരു എൻ്റെ വേറൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഇതുപോലെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെയുള്ള സമയത്ത്, കല്ലാറുള്ള സമയത്ത്, ഒരു അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്നു. ചെക്കൻ്റെ വീട്ടുകാർക്കെല്ലാം മനസ്സിലായി. സ്വാമിയൊന്നും എല്ലാം പറഞ്ഞിട്ട്, നമ്മളങ്ങനെ ശാന്തിഗിരിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ട്. അവർ വരാ പറഞ്ഞിട്ട് സ്വാമി ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ സംസാരിച്ചു. അത് പ്രശ്നമായി. നമ്മുടെ രീതികളെല്ലാം പറഞ്ഞു. ആശ്രമത്തിന്റെ രീതികൾ പ്രകാരമുള്ള ചിട്ട പറഞ്ഞപ്പോൾ അവിടുത്തെ വയസ്സായ നമ്മുടെ രാജന്റെ പോലത്തെ ഒരാളെ എണിച്ചിട്ട് പറഞ്ഞു, ഇതെന്താ അത് നിരീശ്വരവാദികളുടെ ആശ്രമം, ഇതെന്താശ്രമമാണ്, ഇങ്ങനത്തെ ഒരു കുട്ടി എൻ്റെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ എന്തിനു കൊള്ളും, നിനക്ക് വേറെ എവിടെ നിന്നും പെണ്ണ് കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ച് ഊക്കം മകളായി. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പോഴാണ് അവർ ഈ തട്ടിക്കൂട്ട് പറച്ചിലാണ്. ആശ്രമം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താ, യോഗ ചെയ്യാനുള്ള സ്ഥലം, അല്ലെങ്കിൽ ഭാഗവതം പഠിക്കാനുള്ള സ്ഥലം, ഭഗവത്ഗീത പഠിക്കാനുള്ള സ്ഥലം നാം പഠിച്ചു വെച്ചു. ഇത് ഘടകവിരുദ്ധമാണെന്ന് തോന്നിയപ്പോൾ അവരുമായി. അപ്പൊ ആ പ്രശ്നങ്ങളോട് ഞാൻ കോഴിക്കോട് ഒന്നും മിണ്ടാൻ പോയി. നീ ഇതും കൂടി മുടങ്ങണ്ട, രണ്ടുപേരും ഡോക്ടർമാരാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനൊരു ശ്രീനാരായണ ഗുരുവിൻ്റെ എന്തോ ഒരു കല്യാണ മണ്ഡപത്തിലാണ്. അവിടെ പോയി നമ്മൾ ആദ്യം ഒപ്പിട്ട് കൊടുക്കണം, ഈ കല്യാണത്തിന് സകല ഉത്തരവാദിത്വം നമ്മളാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മാലയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അപ്പൊ ഞാൻ സങ്കല്പിച്ചിട്ട് ഈ താലി എടുക്കുമ്പോൾ താലി വരുന്നേ ഉള്ളൂ. എന്താ താലി എവിടെയാ? ഗുരുവായൂരിന്ന് വരുന്നേ. അപ്പൊ കൊണ്ടുവന്നു, അതെടുത്തു, താലിയൊക്കെ നോക്കി. അതിൽ കുറച്ച് ചന്ദനമൊക്കെ ഉണ്ട്, ഞാൻ കൊടുത്തു. എന്ത് ചെയ്യാൻ, നമ്മളവിടെ തക്കോഫൊറൊന്നും തന്നില്ല. അവസാനം ഞാൻ അടുത്ത് പെൺകുട്ടിക്ക് കൊടുക്കാനുള്ള മാല എടുത്തപ്പോൾ ഉണ്ട് തുളസിമാല വരും. അപ്പൊ ഞാനൊന്നും മിണ്ടില്ല. കാരണം എന്താ, ഇനി അവിടെ ഒരു സ്റ്റേജിലൊരു തക്കോഫർ വരില്ല. ഇവിടുന്ന് ഷൂ ഷൂ എന്നൊക്കെ ശബ്ദം വരുന്നുണ്ട്. ഞാൻ ഒന്നും മിണ്ട്, എടുത്തു കൊടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ആ കർമ്മത്തിൽ ജനിച്ച കുട്ടിക്ക് പോലും അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു ഗതികേട് ഉള്ളവിടെയാണ് ദാമോദരനെ പോലത്തെ ആൾക്കാര്, രാമേശ്വരനെ പോലത്തെ ആൾക്കാര്, പ്രേമേട്ടനെ പോലത്തെ ആൾക്കാരൊക്കെ മക്കളുടെ കല്യാണം നടക്കുകയാണെങ്കിൽ അത് എൻ്റെ പരമ്പരയിലേ നടക്കുള്ളൂ, അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഞാൻ പറയും. കാരണം അവൻ ചോദിച്ച ചോദ്യമാണ് എൻ്റെ കാരണം. പക്ഷേ അത് സ്മൂത്താണ് നിങ്ങൾ വിചാരിക്കണം. ഇപ്പൊ ഈ വസ്ത്രം പോലെ തന്നെ ഗുരു പറയട്ടെ, ഈ വസ്ത്രം തരുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ട്. ഇപ്പൊ മനോജ് മാത്രം ഇവിടെ ഒരു ചെടി നടുന്നുണ്ട്. അതിന് അദ്ദേഹം എടുക്കുന്ന ടെൻഷൻ എത്രയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതിന്റെ കാര്യങ്ങൾ പിന്നീട് മനസ്സിലാക്കും. എന്നതുപോലെ തന്നെയാണ് ഒരു സന്യാസിയുടെ കാര്യം. തതുല്യമാണ് ഒരു താലി കഴുത്തിൽ കയറുന്നത്. ഒരു ഗൃഹസ്ഥാശ്രമി ആ കർമ്മം പൂർത്തീകരിക്കുമ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഗുരു പണ്ടേ പറഞ്ഞിട്ട്, ചെറുതല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ കുടുംബത്തിൽ പല രീതിയിലുള്ള ഫ്രിക്ഷൻസ് വരും. അവിടെയെല്ലാം നമ്മൾ ഗുരുവിനെ പിടിച്ചുകൊണ്ട് പതുക്കെ 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 കിടക്കണം. എന്തിനു വേണ്ടിയിട്ട്? എന്നോട് ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ്. ശാന്തിഗിരിയിലെ ഒരു നല്ല ഗുരുവിന്റെ ധർമ്മത്തിൽ ജനിച്ചൊരു കുട്ടി എന്നോട് ചോദിച്ചു, സ്വാമി, ഞാൻ ശാന്തിഗിരിയിൽ നിന്ന് കല്യാണം കഴിച്ചാൽ എനിക്ക് ഉണ്ടാകുന്ന ഗുണം എന്താ? ഇവിടുന്ന് കല്യാണം കഴിച്ച ഒരു ഡൈവേഴ്സ് ആവുന്നു, വീട്ടിലെ പ്രശ്നങ്ങളാണ്.
പുറത്തുനിന്ന് കല്യാണം കഴിച്ച ഒരു സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാലും അവിടെ ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ ഒറ്റ ഉത്തരേ ഉള്ളൂ, ലോകത്തിന് ഉതകുന്ന ഒരു സന്തതി നമുക്ക് ജനിക്കണോ? വേണം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ എവിടെ കല്യാണം കഴിക്കണം? ശാന്തിഗിരിയിൽ ഗുരു പറയുന്ന രീതിയിൽ നിന്റെ തലമുറയുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ കർമ്മമല്ലാത്ത ശുദ്ധമായ ഒരു ജീവൻ ജനിച്ചു വരണമെങ്കിൽ എവിടെ പറ്റൂ? ജാതിയും മതവും സ്റ്റാറ്റസും വിദ്യാഭ്യാസവും മുടിയുടെ നീളവും കറുപ്പും വെളുപ്പും നോക്കാതെ ഗുരു പറയുന്നത് പോലെ നീ കല്യാണം കഴിയും. അങ്ങനെയുള്ളവിടെ ഗുരുവിന്റെ ധർമ്മം നടപ്പിലാവും. എന്നിട്ട് ഞാൻ ആ കുട്ടിക്ക് ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞു കൊടുത്തു. ജാതകത്തിന്റെ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ വന്ന് പറഞ്ഞപ്പോൾ ഉള്ള ജാതകത്തിന്റെ കാര്യവും പറഞ്ഞു കൊടുത്തു. നമ്മളെല്ലാം എന്ത് നോക്കിയിട്ടേ കല്യാണം കഴിക്കുള്ളൂ? 8 പൊരുത്തമാണ്. എന്താ അതിന്റെ അർത്ഥം? 4 ദോഷമുള്ള സ്ത്രീയും 4 ദോഷമുള്ള പുരുഷനും കൂടി ചേർന്ന് 8 ദോഷമുള്ള മക്കളെ ജനിപ്പിക്കുന്ന കർമ്മഗതി നമ്മുടെ ഇടയിൽ ബ്രാഹ്മണൻ കൊണ്ടുവന്നുള്ള ഗതികേട് പറഞ്ഞു. എന്നിട്ട് ഒരിക്കൽ ഗുരു പറയുന്ന ഒരു വാക്കും കൂടി ഞാൻ പറഞ്ഞത്, പാലക്കാട് വെച്ച് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യം. ഗുരു ഇങ്ങനെ കൈ ചുരുട്ടിയിട്ടാണ് പറയുന്നത്. ഒരു കല്യാണത്തിന്റെ കാര്യം ഒരു ജാതി പറഞ്ഞിട്ടും അവർക്കിങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, പറ്റുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ കിട്ടുന്ന ഒരു കിടന്ന് കുരുങ്ങും. ഗുരു പറഞ്ഞു, കണ്ടോടാ, എൻ്റെ വാക്കനുസരിച്ച് ഒന്നും നോക്കാതെ കല്യാണം കഴിക്കുന്നവന്റെ 3-ാം തലമുറ, എത്രാം തലമുറ എന്ന് പറഞ്ഞ 3-ാം തലമുറ നിന്റെയൊക്കെ മക്കൾ എച്ചിൽ പത്രം കഴുകാൻ വരൂടാ, കണ്ടോ? ഇത് ഗുരു പറഞ്ഞ വാക്കാണ്, ഞാൻ കേട്ടിട്ടില്ല നേരിട്ട്. ആ ദേഷ്യത്തിൽ നമുക്കൊക്കെ ചുവന്നിട്ടാണ് ഗുരു പറഞ്ഞത്. അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ എവിടെ ചെയ്യുന്ന പറഞ്ഞു? സൂക്ഷ്മത്തിൽ ഞാൻ ചെയ്തു വരും. ഞാൻ അറിയാതെ ഒരിക്കലും എവിടെ വരില്ല. അപ്പൊ ആ ഒരു കർമ്മത്തിന്റെ മഹിമയിലുള്ള ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമികളുടെ കർമ്മത്തിൽ നിൽക്കുന്ന എത്രയോ പേര് ഇവിടെ ഇതായിരിക്കുന്ന അമ്മയൊക്കെ അതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ. അപ്പൊ ഇതേപോലത്തെ ഒരു ധർമ്മം നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കണം. ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോകുന്ന സമയം 2:30 തുടങ്ങി. പലവരും വൻകൂട്ടലും ചെറുകൂട്ടലും തമ്മിൽ പ്രശ്നത്തിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഇന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുള്ള മാസപ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. പ്രാർത്ഥനയുടെ അർത്ഥം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? എന്താണ് പ്രാണദാത്രാർത്ഥ പ്രാർത്ഥന? പ്രാണന് അർത്ഥം കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥന. പ്രാണന്റെ ആഹാരമാണ് പ്രാർത്ഥന. പ്രാർത്ഥന എപ്പോഴും നീട്ടിയിട്ടും കുറുക്കിയിട്ടും ചൊല്ലരുത്. എങ്ങനെ ഗുരു പറഞ്ഞത്? ഇവിടെ പലവരും നീട്ടി ചൊല്ലുന്നവരുണ്ട്, കുറുക്കി ചൊല്ലുന്നവരുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ചൊല്ലണം. അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പല മാസങ്ങളായി ചർച്ച ചെയ്യാം. അതുപോലെ വീട്ടിൽ എങ്ങനെ ചൊല്ലണമെന്ന് പറഞ്ഞ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുക. എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് ഗുരു പറഞ്ഞ ഓർമ്മയുണ്ടോ? എല്ലാവരോടെ തലയാട്ടില്ല, എന്തൊക്കെയോ ഉണ്ട്, മറന്നുപോയി. അത് പായസം കുടിക്കാതിരുന്നാണ്. എന്താണ് അതിന്റെ കാരണം പറഞ്ഞു ഗുരു? 5 അബദ്ധങ്ങളിൽ വന്നിട്ടുള്ള 2 പേര് ചേർന്ന് വരുമ്പോ അവർക്ക് ഒരിക്കലും ഒരുമിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ കാണുന്ന ഒരുമയില്ലാത്തതിന്റെ കാരണം അതാണെന്നാണ് ഗുരു.